ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് തൊട്ടപ്പോഴേക്കും ഈ ഇതളുകളൊക്കെ ഇങ്ങനെ കയ്യിൽ പറഞ്ഞു വന്നു. ഇത് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുന്നേ വിരിഞ്ഞ് പോവാണ് കേട്ടോ. അതാണ് ഇങ്ങനെ കൊഴിഞ്ഞ് വരാൻ കാരണം. ഇതിലെപ്പോഴും പൂക്കൾ ഇങ്ങനെ ഒത്തിരി ദിവസം നിൽക്കും, ഒരു 4-5 ദിവസമൊക്കെ നിൽക്കും. ഇപ്പോൾ ഇത് തന്നെ വിരിഞ്ഞിട്ട് 4-5 ദിവസമായ പൂവാണ് ഈ പൂ. ഇത് കുറച്ച് പഴയതായതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഇന്ന് ചെറുതായിട്ട് നമുക്ക് ചെടികൾക്ക് വളം ചെയ്യണതും പിന്നെ റോസാപ്പൂവിൻ്റെ ചെറിയൊരു കെയറിങ്ങിനെ കുറിച്ചിട്ടൊക്കെയാട്ടോ പറയുന്നത്. പൂക്കളുടെ രാജ്ഞി തന്നെയാണല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചെടിപ്രേമികളുടെ വീട്ടിൽ ഒരു റോസെങ്കിലും മിനിമം കാണും എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ചുവപ്പ് കളറിൽ പിന്നെ ലൈറ്റ് റോസ് അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് പൂക്കളുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കെയറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അതിന് മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂക്കൾ മൊത്തം വിരിഞ്ഞ് നിൽക്കുന്ന കടലാസ് ചെടീനെ കുറിച്ച്. ഇതാണ്ടോ ഇപ്പം അതിൻ്റെ അവസ്ഥ നോക്ക്, നിറയെ പൂക്കളായി നിൽക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ? ഇതാണ് നമ്മുടെ മറ്റൊരു റോസ് കേട്ടോ. ഇതൊരു ലൈറ്റ് പിങ്കാണ്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇത്തിരി വെള്ളയായിട്ടൊക്കെ തോന്നിയാലും ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ. അതിൽ നിറയെ മുട്ടുകളുണ്ട്. അവിടെയൊക്കെ മുട്ടുകളുണ്ട്. അവിടെയുണ്ട്, ഇവിടെ ഉണ്ട്. കണ്ടോ? ഈ പൂവിൻ്റെ പ്രത്യേകതയാണോ എന്നറിയില്ല, എപ്പോഴും ഇതിൽ മുട്ട് വരുന്നത് ഇങ്ങനെ ഒരു ചെളിക്കളർ പോലെ നമുക്ക് കാണാനൊരു ഭംഗിയില്ലാത്ത രീതിയിലാണ് വരിക. പിന്നെ അത് പൂവാകുമ്പോൾ നല്ല ഭംഗിയിൽ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് വളം ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്, ചെറിയൊരു രാസവളമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. ജൈവവളം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും ഒരേ വളം ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ മാറ്റി മാറ്റി വളം ചെയ്യുകയാണ് എപ്പോഴും നല്ലത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വീരൻ, നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ പൂക്കൾ ഇവിടെയൊക്കെ ചെടിച്ചട്ടി വെച്ചതുകൊണ്ട് നമ്മൾ അധികം പെട്ടെന്ന് ശ്രദ്ധിക്കാണ്ട് വിട്ട ഒരു വീരൻ കണ്ടോ. ഇത് ഈ സാധനം ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് റോസയുടെ തന്നെ കമ്പാണ്. കണ്ടോ, വളർന്ന് ഒത്തിരി കണ്ടോ, ഒത്തിരി ദൂരത്തിലോട്ട് വളർന്നു പോയി. പക്ഷേ ഇത് അപകടകാരിയാണ്. ഇത് നമ്മൾ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം ഇവിടെ ഈ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ താഴെ നിന്നാണ് ഈ മുളപ്പ് പൊട്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ താഴേന്ന് വന്നു കഴിഞ്ഞാൽ എന്താവും, ഇത് ഇവർ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചത് ചിലപ്പോൾ കാട്ട് റോസൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നാടൻ റോസിലെ ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നാണ് ഇത് മുളച്ച് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ കാട്ട് റോസിൻ്റെ ശിഖരമായതുകൊണ്ട് അതിൻ്റെ സ്വന്തം തടിയാണല്ലോ ഇത്. അപ്പോൾ അത് നല്ല ഹെൽത്തിയിൽ വളരും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇതിൽ ഈ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പിലേക്കുള്ള വളം കിട്ടലും വെള്ളം കിട്ടലും അതിന് വേണ്ട പോഷകം കിട്ടലും ഒക്കെ കുറയും. ഇത് നല്ല കരുത്തിൽ വളരും, പക്ഷേ പൂവൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് വേസ്റ്റാണ്. അപ്പോൾ ഇതിന് മുന്നേ ശരിക്കും കട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതെല്ലാം ഒന്നിച്ച് നിന്നതുകൊണ്ട് അത് ശ്രദ്ധയിൽ പെട്ടില്ലായിരുന്നു. അപ്പോൾ അത് നമ്മളിവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയണം. തീരെ ചെറുതൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിഴുതെറിഞ്ഞ് കളയാം. അതാണ് കുറച്ചും കൂടെ സേഫ്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോണത് ഇതിൻ്റെ കണ്ടോ ഉണങ്ങി നിൽക്കുന്ന ഇലകളൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇവൾ കൂടുതൽ സുന്ദരി ആയിക്കോളും. കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട്. ഈ മഞ്ഞ ഇലകളുടെ ഇടയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ കാണാൻ തന്നെ ഒരു ചേലുണ്ടാവില്ല. പിന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് ഇവരുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. ആവശ്യമില്ലാത്ത ഇലകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ ഒരു ഇലയും കൂടിയിട്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ എന്തെങ്കിലും പുല്ലൊക്കെ കയറി കിടക്കുന്നത്, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഇവർ വലിച്ചെടുക്കും. അപ്പോൾ എന്തെങ്കിലും പുല്ലൊക്കെ ഉണ്ടെങ്കിൽ, അതായത് കളകൾ എന്ന് പറയും, അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനത്തെയോ അല്ലെങ്കിൽ കമ്പിയോ ഏതെങ്കിലും ഒരു കമ്പായാലും മതി. ഇതിൻ്റെ ഇവിടെ ആയിരിക്കുമല്ലോ വേരുണ്ടായിരിക്കുക. അപ്പോൾ വേര് തട്ടാത്ത വിധം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സൈഡിൽ വേരിലേക്ക് തട്ടിക്കരുത് കേട്ടോ. ഇളക്കി കൊടുത്താൽ വേരോട്ടം കൂടാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട്, നമുക്ക് രാസവളം ആകുമ്പോൾ എപ്പോഴും നമ്മൾ വേരിൻ്റെ സൈഡിലോട്ട് ഇടരുത്, കാരണം ചെടി നശിച്ചു പോവും. അപ്പോൾ ഇതിന് ചുറ്റും നമ്മളിങ്ങനെ ഈ
പോട്ടിനോട് ചേർന്ന് ചുറ്റും ഇങ്ങനെ ഒരു ചെറിയൊരു കുഴി പോലെ കണ്ടോ ഇങ്ങനെ ഉണ്ടാക്കുക. എന്നിട്ട് രാസവളം എടുക്കണം കേട്ടോ. ഇത് പൊട്ടാസും യൂറിയയും ഒക്കെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു വളമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ കൃഷി ആവശ്യത്തിന് കൊടുക്കുന്ന വളമാണ് കേട്ടോ. DAP ആണ് എപ്പോഴും ഇടുന്നത് നല്ലത്. DAP എൻ്റെ കയ്യിൽ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ജൈവവളങ്ങളായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. കണ്ടോ ഈ ഒരു സ്പൂൺ അളവിൽ ഇത്ര മതി. തീരെ ഇത് അത്യാവശ്യം വലിയ ചെടി ആയതുകൊണ്ടാണ് കേട്ടോ. തീരെ ചെറിയ ചെടിക്ക് ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ വളരെ കുറച്ച് അളവിൽ മാത്രം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ വിട്ടാൽ എന്താണെന്നറിയോ, സൂര്യപ്രകാശമായിട്ട് അത് സംയോജിച്ചിട്ട് അതിൻ്റെ ബലമൊന്നും ഇല്ലാണ്ടാവും. അപ്പോൾ ഇങ്ങനെ അത് മൂടി കൊടുക്കണം കണ്ടോ. പിന്നെ രാസവളങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും വേരിൻ്റെ സൈഡിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ മൂടി അതൊന്നും പുറത്ത് കാണാനില്ല. പിന്നെ എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും ബെറ്ററായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വാട്ടറിങ്, അതായത് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെയിൽക്കാലമൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ ചെടിയുടെ മുകളിൽ കൂടെയൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ചെടിയിലേക്കൊക്കെ വെള്ളം കിട്ടിക്കോട്ടെ. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക, താഴെ ഒഴിച്ച് കൊടുക്കുക. ഇത് വെയിൽക്കാലം അല്ലാണ്ട് നമ്മൾ മഴക്കാലത്തൊക്കെ ഇല്ലേ, ചെറിയ രീതിയിൽ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഈ ചെടിയിലോട്ട് ഒഴിച്ച് കൊടുക്കാണ്ടിരിക്കാൻ നല്ലത്. കാരണം ഓൾറെഡി വെള്ളമൊക്കെ വീണിട്ട് അതിൽ ഫംഗൽ ഒക്കെ കയറി കൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ ഒന്നും കൂടെ വാട്ടറിങ് ചെയ്ത് വെള്ളം അവിടെ നിന്ന് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇതിന് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നല്ല കുട്ടപ്പനായിട്ട് നല്ല പൂക്കളും ഇതൊക്കെ തരും. ഓൾറെഡി ഒത്തിരി പൂക്കൾ തന്നെയാണ് കണ്ടോ, മുട്ടുകൾ കണ്ടാൽ നമുക്കറിയാലോ. അപ്പം ഇങ്ങനെയാണ് വളം ചെയ്യുന്നുണ്ട്. രാസവളങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും 2-3 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നനയ്ക്കണം. മറ്റേ വളങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ജൈവവളം പെട്ടെന്ന് ചെടികൾക്ക് ഹീറ്റ് കൊടുക്കുക അല്ലെങ്കിൽ സ്ട്രെസ്സ് കൊടുക്കുന്നതേ അല്ല. പക്ഷേ രാസവളങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിരുന്നുകൊണ്ട് കുറച്ച് അപകടകാരികളാണ് കൂടുതലായി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് 2-3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും നനച്ചിരിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ്.